ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപാട് പ്രശ്നമുണ്ട്. ഉദാഹരണം, ക്രിസ്ത്യാനികൾക്ക് 1.6 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്, ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.1 ആണ്. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഇംപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പത്തനംതിട്ട നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മലപ്പുറത്തിനൊരു പ്രശ്നമില്ല താനും. അപ്പം നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം, ഞാനിത് ഓർത്തഡോക്സ് സഭയിൽ ചെന്ന് പറഞ്ഞിരുന്നു, ഷേഖന ടി വിയിൽ പറഞ്ഞിരുന്നു, ജോർജ് സാർ കൂട്ടിരുന്ന വേദിയിലാണ് പറഞ്ഞത്, ഈ മുസ്ലിം വിരോധം വെച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കാൻ നോക്കണ്ട. പകരം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും, പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ സത്യസന്ധമായിട്ട് വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇടയിലുള്ള ജനസംഖ്യാ തകർച്ച, ഫെർട്ടിലിറ്റി റേറ്റ്, കൂടി വരുന്ന ആത്മഹത്യകൾ, മദ്യപാനം, മയക്കുമരുന്ന്, ഇതെല്ലാം ഹിന്ദുക്കളിലാണ് 80% കൂടുതലുള്ളത്, കണക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവ്ലി പറഞ്ഞ് ഒന്നാക്കുന്നതിന് പകരം ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും പറഞ്ഞ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നാക്കാൻ നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് കൂടി വന്ന ഒന്നോ രണ്ടോ ചർച്ചകൾക്കും ഒരു വിവാദങ്ങൾക്കും ഒന്ന് കൊഴുപ്പ് കൂട്ടുമെന്നല്ലാതെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളെല്ലാം ഡീപ്ലി പ്ലൂറലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനതയും ഏറ്റവും ആഴമേറിയ രീതിയിൽ ഒരു ബഹുസ്വരവാദികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുമ്പം ക്രിസ്ത്യാനിയായ വെളുത്തെയും മുസ്ലിമായ വാവരെയും കണ്ടിട്ട് പോകുന്നത്. അത്രയും ആഴത്തിൽ ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഈ വർഗീയത അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പകരം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജെനുവിനായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് അതിനെ ജോർജ് സാർ മുന്നിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിരിക്കും. അതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളെ കൂടെ ചേർത്താൽ അതാണ് പണ്ട് കെ കരുണാകരൻ സാർ തുടങ്ങിയ UDF എന്ന് പറയുന്നത്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, പുറത്തിറങ്ങിയ PC എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് 80 ചാനൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ കേട്ടില്ലേ. രാഹുൽ ഈശ്വർ ഒന്നുകിൽ അറിയാതെയോ അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ചിന്ത വന്നാൽ അതിനെ നമുക്കൊക്കെ എതിർക്കാൻ സാധിക്കുമോ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങളും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിലെ വിഷയങ്ങൾ നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം. ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചു, മലപ്പുറത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല, അതേസമയം പത്തനംതിട്ടയില് വലിയ വിഷയങ്ങളുണ്ട്. ആരാണ് നമ്മുടെ കേരളത്തില് ഒരു ജില്ലയിൽ ഭൂരിപക്ഷമുള്ള മതസംവിധാനങ്ങൾക്കോ അതല്ലെങ്കിൽ എന്ത് തരത്തിലാണ് മലപ്പുറം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, പത്തനംതിട്ടയിൽ വിഷയമാണെന്ന്? ഒരു സ്ഥലത്ത് ഭൂരിപക്ഷം ഒരു മതമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തോ നമ്മുടെ കേരളത്തിലോ ഒരു തരത്തിലും ഒരു മതത്തിനും ഒരു ജില്ലയും തീരെഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ മലപ്പുറം നല്ലതാണ്, പത്തനംതിട്ടയിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം. ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അതായത് ഹൈന്ദവ സമൂഹത്തില്, ഹിന്ദു സമൂഹത്തില് 80%-ലധികവും ആത്മഹത്യാ നിരക്ക്, മദ്യം, മയക്കുമരുന്ന്, ഇതിലൊക്കെ തന്നെ ഹിന്ദു സമൂഹമാണ് 80%-ലും അധികം എന്നാണ് രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നത്. അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? എവിടെ നിന്നാണ് രാഹുൽ ഈശ്വറിന് ഇത്തരത്തിലുള്ളൊരു കണക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരള സർക്കാരോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇവിടെ മത അടിസ്ഥാനത്തില് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇന്ന മതം, ഇന്ന മതത്തിൽ മദ്യം, ഇന്ന മതത്തിൽ ആത്മഹത്യ എന്ന രീതിയിൽ ഒരു കണക്കെടുപ്പ് നമ്മുടെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇന്നേ വരെ എടുത്തിട്ടുണ്ടോ? പിന്നെ എന്ത് കണക്കടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ ഹിന്ദു സമൂഹത്തില്, ഹിന്ദു മതത്തില് 80%-ലധികവും മയക്കുമരുന്നും അതേപോലെ തന്നെ ഈ ആത്മഹത്യയും മദ്യവും ഇതൊക്കെ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ എടുത്തു പറയാം, PC ജോർജിനെ ആരും തന്നെ ഈ ഒരു പറഞ്ഞതിനെ, ഒരു മതത്തില് സകല ആളുകളും തെറ്റുകാരാണെന്ന് പറഞ്ഞതിനെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് PC ജോർജിന്റെ വിഷയത്തിലും രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത് എന്താ വിളിച്ചു പറയുന്നത്? ഒരു മതത്തിനെതിരെ, അതായത് ഇസ്ലാമോഫോബിയ പാടില്ല. സകല ഈ രാഹുൽ ഈശ്വർ അതേപോലെ തന്നെ ഈ ഒരു വാദത്തോട് അംഗീകരിക്കുന്ന സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, ഈ നമ്മുടെ കേരളത്തില്, നമ്മുടെ രാജ്യത്ത് ഒരാളും ഒരു മതത്തിനെതിരല്ല. അത് ഇസ്ലാമി എന്നില്ല, ഒരു മതത്തിനും ഒരാളും എതിരല്ല. പക്ഷെ ഇവിടെ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ജിഹാദിസത്തിനെതിരെ ആര് മുന്നിട്ടിറങ്ങിയാലും അവിടെ കൊണ്ടുവന്ന് ഇരവാദം, വിക്ടിം കാർഡ് ഉയർത്തുന്നതാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക്. നമ്മുടെ കേരളത്തില്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ആഗോളതലത്തില് ആഗോള ജിഹാദികള് എടുത്തുയർത്തുന്നതാ.
എവിടെ ഭീകരവാദം നടത്തിയോ, എവിടെ ജിഹാദിസം നടത്തിയോ, എവിടെ തീവ്രവാദം നടത്തിയോ, അവിടെ അതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികളും എടുത്തുയർത്തുന്നത് ഇസ്ലാമോഫോബിയ എന്ന കാർഡാണ്. അതേ തരത്തിലുള്ള ഇസ്ലാമോഫോബിയ കാർഡ് നമ്മളിപ്പോ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹമാസിനെതിരെ, ഹിസ്ബുള്ളക്കെതിരെ, ഹൂത്തിക്കെതിരെ, ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അവർ ഭീകരവാദികളാണ്, അവർ കൂട്ടക്കൊല ചെയ്തവരാണ് എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ തീവ്ര ചിന്താഗതിക്കാര്, ജിഹാദികള്, തീവ്രവാദ അനുകൂലികള് അത് ഇസ്ലാമോഫോബിയ എന്ന കാർഡ് ഉയർത്തിയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, രാഹുൽ ഈശ്വർ ഒന്നുകിൽ അറിയാതെയോ അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നുണ്ടോ? ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഈ ഇസ്ലാമോഫോബിയ വാക്ക് നമ്മുടെ കേരളത്തില് ഇത് മുസ്ലിം ലീഗ് പല സമയങ്ങളിലും ഉയർത്താറുണ്ട്. എന്തിനാ? ഇരവാദം ഉന്നയിക്കുക. അവരുടെ കാര്യലാഭത്തിന് അവര് മുതലെടുപ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് ഈ വിക്ടിം കാർഡ് ഉയർത്താറുള്ളത്. എന്തിനാണ്? നമ്മുടെ കേരളത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു മതത്തിനോടുമില്ല, ഇസ്ലാമിനോടോ മുസ്ലിമിനോടോ ഇവിടെ ഒരു പാർട്ടിക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ആരോട്? തീവ്രവാദികളോട്, ഭീകരവാദികളോട്, ജിഹാദിസത്തിനോട്, തീവ്ര ചിന്താഗതിക്കാരോട് കൃത്യമായ പ്രശ്നമുണ്ട്. അവര് നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യ. അതിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നമ്മൾ കൃത്യമായിട്ട് ശബ്ദമുയർത്തണം. അവിടെ ഇസ്ലാമോഫോബിയ എന്ന കാർഡ്, വിക്ടിം കാർഡ് നിരന്തരം ഉയർത്തപ്പെടാറുണ്ട്. ഈ PC ജോർജിന്റെ വിഷയം വരുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇനി അദ്ദേഹം പോലും അതിനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ രംഗത്ത് പറയുന്നത്, ഖേദം പ്രകടിപ്പിച്ചതാണ് അദ്ദേഹം പോലും. അവിടെയും രാഹുൽ ഈശ്വർ വന്നുകൊണ്ട് ഇന്ന മതത്തിൽ ഇത്ര ശതമാനത്തിലധികവും മദ്യവും മയക്കുമരുന്നും പ്രശ്നങ്ങളും ഉണ്ട് എന്നും, അതേപോലെ തന്നെ മലപ്പുറം ഇന്ന രീതിയിലാണ്, പത്തനംതിട്ട ഇന്ന മോശമായ രീതിയിലാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത്? ഈ ഇസ്ലാമോഫോബിയ കാർഡ് നമ്മുടെ കേരളത്തിലെ എന്നല്ല, നമ്മുടെ രാജ്യത്തെ എന്നല്ല, ആഗോളതലത്തിൽ ജിഹാദികൾ ഉപയോഗിക്കുന്നതാ. എന്തിന്? അവര് ചെയ്യുന്ന ജിഹാദിസത്തിനെ പ്രതിരോധിക്കാൻ ചാടി വീണ് വിക്ടിം കാർഡ് ഉയർത്തും. രാഹുൽ ഈശ്വറിനോടൊക്കെ പറയാനുള്ളത്, ഇവിടെയുള്ള ഒരാൾക്കും ഒരു മതത്തിനോടും ഒരു എതിർപ്പുമില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകള് ഇത്തരം വിഷയങ്ങളിൽ അത് ഇസ്ലാമോഫോബിയ എന്നൊന്നും പറഞ്ഞ് രംഗത്ത് വരാതിരിക്കുക. നിങ്ങൾ ഒരു പക്ഷേ ഒന്നും അറിയാതെ ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് ആ വാദം, നിങ്ങൾ പറഞ്ഞ വാദം എടുത്ത് ഉയർത്തിയിട്ട് ഇവിടെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ നാടിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇതൊക്കെ ഒന്ന് രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം.